മാതൃഭൂമി ന്യൂസിൻ്റെ തിരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ നമ്മുടെ ചിഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിഹ്നം എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ മേധാവിത്വം UDF-നായിരുന്നു. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF-ന് മേധാവിത്വം നിലനിർത്താനാകുമോ? നമുക്ക് പരിശോധിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് AICC പഞ്ചായത്ത് സെൽ കൺവീനർ അനിൽ അക്കര, CPI സംസ്ഥാന കൗൺസിൽ അംഗവും AIYF സംസ്ഥാന സെക്രട്ടറിയുമായ K രാജൻ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി ജാക്സൺ മാസ്റ്റർ എന്നിവരാണ്. ആദ്യം അനിൽ അക്കരയിലേക്ക്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകി UDF-നെ സംരക്ഷിച്ച ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ജനങ്ങൾ നൽകിയ വിശ്വാസം അതേ രീതിയിൽ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഈ 5 വർഷം കൊണ്ട് UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ? 2015 ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പരാതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരായില്ല. തൃശ്ശൂർ കോർപ്പറേഷനെതിരായി ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും മാർക്സിസ്റ്റ് പാർട്ടിക്കോ LDF-നോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ കോർപ്പറേഷനിൽ, പഞ്ചായത്തുകളിൽ ഒരു റോഡ് പോലും, മോശമായ റോഡുകൾ ഒറ്റപ്പെട്ടുണ്ടാകാം. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കാണാനില്ല, തെരുവുകൾക്കുള്ള പ്രശ്നം കാണാനില്ല, അടിസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും കാണാനില്ല. വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ട. ആ അജണ്ട വെച്ചുകൊണ്ടാണ് 2015 ഞങ്ങൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ LDF-ന് ഒരു കനത്ത തിരിച്ചടിയുണ്ടായി. ഈ 5 വർഷം LDF ഇതിനെ മറികടക്കാനായിട്ടുള്ള ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്? ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞു എന്ന് LDF-ന് വിലയിരുത്തലുണ്ടോ? 5 വർഷക്കാലത്തിനിടയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷനുകളൊന്ന് തൃശ്ശൂർ കോർപ്പറേഷനാണ്. ജെയ്സ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2010 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില നഷ്ടങ്ങളുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സ്ഥിതിയെ മറികടന്ന അനുഭവമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലുണ്ടായത്, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലുണ്ടായത്. പ്രത്യേകിച്ച് 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 15 വർഷക്കാലം ഈ ജില്ലയ്ക്കകത്ത് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത ദീർഘവീക്ഷണമുള്ള വികസന പദ്ധതികളെല്ലാം ഈ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി. കേരളത്തിലെ സർക്കാർ തന്നെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് 35% പദ്ധതി വിഹിതമായി പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്നത് 22% കുറച്ച അനുഭവം ഉണ്ടായി. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ 52ഓളം വാർഡുകളിലാണ് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുവലത് മുന്നണികളുടെ ഭരണത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം BJP നടത്തും. ആ കുതിച്ചുചാട്ടത്തിൽ ഏറ്റവും കൂടുതൽ BJP നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ല അത് തൃശ്ശൂർ ജില്ലയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 23ാം സ്ഥാനമാണ്. കേരളത്തിൽ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവാസി മലയാളികൾ വിദേശത്ത് പോയി സമ്പാദിക്കുന്ന പണം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വികസനമല്ലാതെ ഈ കേരളത്തിൽ ഇന്ന് വരെ ഇടതും വലതും മുന്നണികൾ ഭരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യന് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈ സാംസ്കാരിക തലസ്ഥാനത്ത് തൃശ്ശൂരിൽ കുടിവെള്ളം സഫീഷ്യൻ്റായി വിതരണം ചെയ്യാൻ ഈ ഇടതും വലതും മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ടോ? പീച്ചിയിൽ നിന്ന് കുടിവെള്ളം വരുന്നു, സഫീഷ്യൻ്റായിട്ടുള്ള കുടിവെള്ളം ഇവിടെ കിട്ടുന്നുണ്ടോ? ചിമ്മിണി ഡാമിൽ വെള്ളം ഒഴുകിപ്പോകുന്നു. ആ ഡാമിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പഞ്ചായത്തിൻ്റെ വിവിധ തലങ്ങളിൽ ക്രിസ്ത്യാനികളായ നിരവധി അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അംഗങ്ങളെ കൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ കത്തോലിക്കരായിട്ടുള്ള ബ്ലോക്ക്, വാർഡ് തലങ്ങളിലുള്ള എല്ലാ മെമ്പർമാർ തന്നെ അവരുടെ പ്രവർത്തനത്തിൽ പരിപൂർണ സംതൃപ്തി കത്തോലിക്ക കോൺഗ്രസ്സിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് മതനിരപേക്ഷതയെ ഉൾക്കൊള്ളിക്കുന്ന സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അംഗങ്ങളെല്ലാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തനശേഷി അല്ലെങ്കിൽ അതിൻ്റെ ആശയസമ്പാദനം നടത്തുവാനായിട്ടുള്ള സംഹിതകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? അത് ഏതൊക്കെ മേഖലയിലാണെന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? 5 വർഷം മുമ്പ് LDF-ൻ്റെ ആർ ബിന്ദു മേയറായിരിക്കുന്ന സമയത്ത് വിഭാവനം ചെയ്ത തൃശ്ശൂർ നമ്മുടെ മെക്കാഡം റോഡ്, തൃശ്ശൂർ സ്വരാജ് റൗണ്ട്, അതുപോലെ പാറാമക്കാവ് സബ്വേ,
ഉൾപ്പെടെ അതുപോലെ ഇവിടെ സ്ഥിരം പൈപ്പ് പൊട്ടിലായിരുന്നു നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ. അത് പ്രീമോ പൈപ്പ് ഇട്ട് 5 കിലോമീറ്റർ നന്നാക്കി നല്ല രീതിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അതുപോലെ ഒട്ടനവധി ശാസ്ത്രീയ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതൊക്കെ LDF ഗവൺമെൻറ് മേയർ മിന്തിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ തോമസ് ഐസക്ക് ഇവിടെ തൃശ്ശൂരിലേക്ക് ബഡ്ജറ്റിൽ വകയിരുത്ത 700 കോടി അട്ടിമറിച്ച ഒരു സർക്കാരാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണം കൊണ്ടു നടക്കുന്നത്. ഇവിടെ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പോക്കറ്റ് മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. കാരണം റോഡുകൾ ഒഴിച്ച് ബാക്കിയൊക്കെ കളച്ച് വൃത്തിയാക്കി മനോഹരമായി ബാംഗ്ലൂരിൽ നിന്നും നെതർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത പൂച്ചെടികളാണ് ഇവിടെയൊക്കെ നട്ടുവെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും തേക്കിങ്ങാട് മനോഹരമാക്കിയ വലിയ സ്വപ്ന പദ്ധതി. ഒരു പൂ അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടി അന്ന് വെച്ചതിൻ്റെ ഏതെങ്കിലും ഒരു കട ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് കാണാനുണ്ടോ? ആ ചെടി ഉണങ്ങിപ്പോയ പോലെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഇടതുപക്ഷ ജനാധിപത്യം കഴിഞ്ഞ 2010 ഉണങ്ങിപ്പോയത്. പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. തോമസ് ഐസക്കിൻ്റെ വികസനത്തെക്കുറിച്ചും പറയേണ്ട ADB ഫണ്ടാണ് ഉപയോഗിച്ചത്. ADBക്കെതിരെ സമരം ചെയ്ത ആളുകളാണ്, കരിയോലൊഴിച്ച ആളുകളാണ്. ആ ഫണ്ടാണ് വന്നത്. റോഡുകളുടെ കാര്യം നിങ്ങൾ പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, പിന്നെ കുർക്കഞ്ചേരി, കിഴക്കേക്കോട്ട ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയേ, എന്താ സ്ഥിതി? ഇവിടെ മറ്റേ ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെയാണ് ഈ ജംഗ്ഷനിലൊക്കെ മാറിയിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറെ തൃശ്ശൂർ പൗരാവലി സ്വീകരണം കൊടുത്തത് ചരിത്രത്തിലാദ്യമാണ്. ഇതൊന്നും കണ്ടില്ലേ? ഇത് കാണാതെ ഇനിയും ബിന്ദുവിൻ്റെ ഭരണം വേണമെന്നാണോ പറയുന്നത്? ഒറ്റ സീറ്റിൽ അയക്കില്ല. ബിന്ദുവിൻ്റെ ഭരണം വേണമെന്ന് പറഞ്ഞാൽ ഒറ്റ സീറ്റിൽ അയക്കില്ല. അതാണ് സ്ഥിതി. ഇവിടെ തൃശ്ശൂരിലെ ചില ഭാഗങ്ങൾ വെട്ടിപ്പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ പിന്നെ വഴിയൊരുക്കി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ കോർപ്പറേഷനകത്ത്? ഇവിടെ സ്ത്രീകൾ വന്നാൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ കൊടുക്കും എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചില്ല. ഇവിടെ ഉണ്ടോ ഈ നഗരത്തിൽ? ബിന്ദു ടീച്ചറുടെ കാലത്ത് അല്ലെങ്കിൽ LDFൻ്റെ കാലത്ത് ഈ നഗരത്തിൽ കൊണ്ടുവന്ന പൂക്കൾ അത്രയും കരിപ്പിച്ചു നിങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ വികസനത്തെ കരിയിപ്പിച്ച പോലെ അത് കരിപ്പിച്ചു. അതല്ലാതെ ഈ കോർപ്പറേഷൻ നേട്ടവുമില്ല. ഭാരതത്തിൻ്റെ സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു രാഷ്ട്രീയ നേതാവേ കേരളത്തിലുള്ളൂ. അത് R ബാലകൃഷ്ണപിള്ളയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ R ബാലകൃഷ്ണപിള്ളയുമായി ധാരണയുണ്ടാക്കിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനി അഴിമതിക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അഴിമതിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയുന്ന പോരാട്ടങ്ങൾക്ക് എന്ത് വിശ്വസനീയതയാണുള്ളത്? അഴിമതിക്കെതിരായി എല്ലാ കാലത്തും കുരിശുയുദ്ധം നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ബാലകൃഷ്ണപിള്ളയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്രത്തിലോ മുന്നണിക്കകത്തോ എടുത്തതായി ഞങ്ങൾക്കറിയില്ല. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, ഞങ്ങൾ ബാലകൃഷ്ണപിള്ളയുമായി ഉണ്ടാക്കിയത് സഖ്യമല്ല, മറിച്ച ഒരു ധാരണയാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ പത്തനാപുരം അടക്കമുള്ള ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് താങ്കൾ വിയോജിക്കുന്നുണ്ടോ? കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ BJP എണ്ണമറ്റ കക്ഷികളുമായി ധാരണയുണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെല്ലാം നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണോ അതിന്റെ അർത്ഥം? ചില നീക്കുപോക്കുകളുണ്ടാകാം. ബാലകൃഷ്ണപിള്ളയുമായി മുന്നണിയിൽ അകത്ത് ബാലകൃഷ്ണപിള്ളയെ കൊണ്ടുവന്നിട്ടില്ല. മുന്നണിക്കകത്ത് ബാലകൃഷ്ണപിള്ളയെ കൊണ്ടുവന്നിട്ടില്ല. അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ള വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പിന്തുണയും വേണ്ട എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ ബാലകൃഷ്ണപിള്ളയുമായി സമവാക്യവുമില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയുന്ന ഉത്തരം ഞാൻ പറയണമെന്നില്ലല്ലോ. തൃശ്ശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഈ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നു. അതിൽ പ്രധാനമായിട്ടുണ്ടായത് UDFനകത്ത് കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി, വലിയ പൊട്ടിത്തെറികളുണ്ടായി. PA മാധവൻ, TN പ്രതാപൻ MLA അടക്കമുള്ള നിരവധി നേതാക്കൾ മേയർ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള പരാതി KPC പ്രസിഡന്റ് അടക്കമുള്ളവർ കൊടുത്തു. ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടുമ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? ഇത്തരത്തിലുള്ള പ്രവണത ഗുണകരമാണോ? ഞങ്ങളെ സംബന്ധിച്ചോളം ജയസാധ്യതയുള്ള സ്ഥലത്ത് ചില സ്ഥാനാർത്ഥി തർക്കങ്ങളുണ്ടാവും. ആ തർക്കങ്ങളുടെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തി. ചില പോരായ്മകൾ വന്നു. ഞാൻ വളരെ പറയുന്നു, പുതുക്കാട് ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ നമ്മുടെ ലിസ്റ്റിന്റെ സംവിധാനം ഞങ്ങൾ മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നിർത്തി. അപ്പോൾ സ്ഥാനാർത്ഥി തൃശ്ശൂർ കോർപ്പറേഷനിലാണ് കേരളം ചർച്ച ചെയ്യപ്പെട്ട വിഷയം. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് 55 ഡിവിഷൻ നിൽക്കുന്നുണ്ട്. 55 ഡിവിഷനിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ്സുകാരും 2 ചിഹ്നത്തിൽ കേരള കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ഏണിയിൽ
മുസ്ലിം ലീഗുകാർ മത്സരിക്കുന്നത്. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചോളം 55 ആളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പ്രശ്നവും ഈ ജില്ലയിൽ എത്ര സിറ്റിംഗ് കൗൺസിലർമാർ തൃശ്ശൂർ കോർപ്പറേഷനിൽ വിമതരായി മത്സരിക്കുന്നുണ്ട്? അല്ല, അതെന്റെ കണക്ക് ഞാൻ കണക്കിലെടുക്കാൻ പോയിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ വിവാദം മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ ഗീതയെ, CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നു എന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് MLA-മാരടക്കം KPCC പ്രസിഡന്റിന് പരാതി നൽകിയതായിട്ട് നിങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാറില്ല. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാറില്ല. കോർപ്പറേഷൻ തരപ്പിൽ ഞങ്ങൾ മേയർമാരെ തീരുമാനിക്കാറില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ തീരുമാനിക്കാറില്ല. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ എന്താ പ്രത്യേകത? CN ബാലകൃഷ്ണന്റെ മകൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു ശരിയായ, കാരണം K കരുണാകരന്റെ മക്കളും മത്സരിച്ച് പരാജയപ്പെടുത്തിയ ഒരു ജില്ലയാണ് തൃശ്ശൂർ. K കരുണാകരനെ പരാജയപ്പെടുത്തിയ ജില്ലയാണ് തൃശ്ശൂർ. അന്ന് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വാദിച്ച കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ തങ്ങളുടെ മക്കളെ ഈ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരാൻ വാശി പിടിക്കുകയും അത് അത്തരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്ന നിലപാടെടുക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ VM സുധീരനെ പോലുള്ള ആളുകൾ ആദർശം പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലപാടിന് ഉചിതമാണോ? അല്ല, K കരുണാകരന്റെ മക്കൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് തോറ്റിട്ടുള്ളത്. EMS നമ്പൂതിരിപ്പാടിന്റെ മകൻ തോറ്റ ജില്ലയാണ് തൃശ്ശൂർ. ഇവിടെ ചാലക്കുടിയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ മകൻ മൂന്നുപേരത്ത് പണ്ട് തോറ്റിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നമല്ല EK നായന അല്ല ഈ ചേട്ടാ മറുപടി പറയാൻ വിഷമിച്ചിട്ട് കാര്യമില്ല. EK നായനാരുടെ മകൾ എറണാകുളം പിന്നെ കോർപ്പറേഷൻ മത്സരിക്കുകയാണ്. CN ബാലകൃഷ്ണൻ ഗാന്ധി പ്രസ്ഥാനത്തിന്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത CN ബാലകൃഷ്ണന്റെ മകൾ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ CN ബാലകൃഷ്ണന്റെ മകൾ, ജില്ലാ സഹകരണ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റായ CN ബാലകൃഷ്ണന്റെ മകൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒളരിക്കലിൽ മത്സരിക്കുന്ന ഞങ്ങൾ അഭിമാനത്തോടെയാണ് കാണുന്നത്, പരാജയത്തോടെയല്ല. ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ PK വാസുദേവൻ നായരുടെ മകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ CN ബാലകൃഷ്ണ മകൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ CN ബാലകൃഷ്ണന്റെ മകളുടെ മത്സരത്തെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. PKവിയുടെ മകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും വനിതാ കലാസമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. PKവിയുടെ മകളാണെന്നുള്ളത് കൊണ്ട് അവർക്ക് മത്സരിക്കാതിരിക്കാനുള്ള മത്സരത്തിൽ നിന്ന് നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ അനിൽ കുറേ കാര്യങ്ങൾ കണ്ടില്ല, ഞങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടു. ഈ കോർപ്പറേഷനിലെ സിറ്റിംഗ് കൗൺസിലർമാർ സീറ്റ് കിട്ടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൈപ്പത്തിയിൽ മത്സരിക്കുമ്പോൾ നാണമില്ലാതെ എതിരായിട്ട് മത്സരിക്കുകയാണ്. എന്താ ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായമില്ലേ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ അനിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരിക്കകത്ത് ഷർട്ടൂരിയിട്ട് ചെറുപ്പക്കാർ പ്രകടനം നടത്തി. വിളിച്ച മുദ്രാവാക്യം എന്താ? ഷർട്ടൂരിയിട്ട് സമരം നടത്തിയപ്പോൾ ചെറുപ്പക്കാർ വിളിച്ച മുദ്രാവാക്യം എന്താ? സീറ്റില്ലെങ്കിൽ ഖദറും വേണ്ട. അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ മാത്രമേ ഈ ഖദറിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നാണമില്ലാതെ വീട്ടിലിരിക്കല്ലേ നല്ലത്? CB ഗീത മത്സരിക്കലല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെയും താൻ പ്രമാണിത്വത്തിൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുന്നതിൻ്റെയും ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ അർഹരായ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് മാറി നിൽക്കേണ്ട ഗതികേടുണ്ടായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആ ഗതികേടില്ല. കോൺഗ്രസിൻ്റെ സീറ്റ് ഉപജനത്തിൽ ഉയർന്നിരിക്കുന്ന പ്രശ്നം ആശയപരമല്ല, ആമാശയപരമാണ്. അതുകൊണ്ടാണ് അനിൽ പറഞ്ഞത് ജയിക്കുമെന്നുറപ്പുള്ള സീറ്റുകളിൽ ഞങ്ങളുടെ ആളുകൾ തള്ളിക്കയറുന്നു. ജയിക്കുമെന്നുറപ്പുള്ള സീറ്റുകളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരേ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താ ജയിക്കുന്ന ഉറപ്പുള്ള സീറ്റുകളിൽ ഇങ്ങനെ തള്ളിക്കയറ്റം? കോൺഗ്രസ് മാത്രമാണോ തൃശ്ശൂർ ജില്ലയിൽ ജയിക്കുന്നത്? കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ജയ്സ, സീറ്റിന് വേണ്ടിയുള്ള കടുംപിടുത്തം എനിക്ക് മനസ്സിലാക്കാം. ഈ ഒളരിക്കര അമ്പലത്തിൻ്റെ കൽവിളക്കിൻ്റെ മുമ്പിൽ മധു ഈച്ചരത്തിൻ്റെ ചോര തെറിച്ചു വീണില്ലേ? ആരെ കൊന്നത്? ഞങ്ങളാണ്. കാർത്തിയാനി അമ്പലത്തിന് മുമ്പിൽ ഈച്ചരത്ത് മധുവിൻ്റെ അവിടെ തന്നെ മരിച്ച ലാൽജി കൊള്ളന്നൂർ. ഇപ്പോൾ 70 ലക്ഷം രൂപ KPCCയുടെ പ്രസിഡന്റ് കൊണ്ടുകൊടുത്താൽ ഹനീഫയുടെ കുടുംബത്തിന്, ഹനീഫയുടെ മക്കൾക്ക്, ഹനീഫയുടെ ഉമ്മയ്ക്ക് ഹനീഫയെ തിരിച്ചു കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുമോ? സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തല്ലൂട്ടെന്ന് മാത്രമല്ല, ഒരു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് അതിൻ്റെ കൊടി പിടിക്കുമ്പോൾ ജീവൽ ഭയം ഉണ്ട് ഈ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാർക്കെന്ന് വന്നാൽ അതിൽ നിൽക്കാൻ ആള് പോകുന്നുള്ളത് പരിശോധിക്കണം. BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില സാമുദായിക സംഘടനകൾ, ഇപ്പോൾ വിവാദത്തിൽ നിൽക്കുന്ന SNDP അടക്കമുള്ള സാമുദായിക സംഘടനകളുമായി പല വാർഡുകളിലും ഐക്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്ത് സ്ട്രാറ്റജിയുടെ പേരിലാണ്? ഇതിൻ്റെ നിലനിൽപ്പ് എന്താണ്? തൃശ്ശൂർ ജില്ലയിലെ സാധ്യതകൾ എന്താണ്? സാമുദായിക സംഘടനകളെ കൂട്ടുപിടിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു മുന്നണികളും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സാമുദായിക സംഘടനകൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് BJPയുമായിട്ട് കൂട്ടിച്ചേരുന്ന സമയത്ത് മാത്രം അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട സാഹചര്യം എന്താണ് കേരളത്തിൽ? ഇന്നലെ വരെ ഇടതിനും വലതിനും ഒപ്പം നിന്ന സാമുദായിക സംഘടനകൾ SNDP, NSS, പുലയ മഹാസഭ, ധീവരസഭ, KPMS തുടങ്ങിയ എല്ലാ സാമുദായിക സംഘടനകളും
ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സംഘടനകൾ BJPയെ സഹായിക്കുന്നു. ആ സംഘടനകളുമായി പരസ്യമായി തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. മുസ്ലിം ലീഗുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഉളുപ്പില്ല എങ്കിൽ, SDPIയുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ LDFന് ഉളുപ്പില്ലെങ്കിൽ, ഈ സാമുദായിക സംഘടനകൾ അവരെക്കാൾ എത്രയോ പവിത്രമായിട്ടുള്ള സംഘടനകളാണ്. ആ സംഘടനകളുമായിട്ട് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കാൻ BJP യാതൊരു മടിയില്ല. 55 ഡിവിഷനിൽ 155 കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചിഹ്നം കട്ടുകൊണ്ടുപോയ പാർട്ടിയാണ്. എന്നിട്ട് പറഞ്ഞ ഒരു പ്രശ്നമില്ലാന്ന്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ PC ചാക്കോയെ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് ധനപാലം വരികയും PC ചാക്കോയെയും ധനപാലനെയും ഒന്നിച്ചു തോൽപ്പിക്കുകയും ചെയ്ത ഒരു നിലപാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ സഭ അവർ ബാർഗെയിനിങ് പവറായി മാറി സ്ഥാനാർത്ഥികളെ പിടിച്ചെടുക്കുന്നതിൽ തങ്ങൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷനിൽ 22 സ്ഥാനങ്ങളിൽ മത്സരിച്ചു. ഇത്തവണ അത് വേണമെന്ന ഒരു നിലപാടും പിടിവാശിയും ഉണ്ടാകുന്നത് ശരിയാണോ? കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പിടിവാശിയുള്ള നേതൃത്വമുള്ള സംഘടനയല്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ 30%-ലധികം വോട്ടുകളുള്ള ഒരു സമ്മർദ്ദശേഷിയായി കത്തോലിക്ക കോൺഗ്രസ് മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കത്തോലിക്ക കോൺഗ്രസിന് അതിൻ്റേതായിട്ടുള്ള ഒരു വികസന പാന്താവ് ഇവിടെ തുറന്നു വയ്ക്കാനായിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംസ്കാര സാന്നിധ്യം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ടാകണമെന്നുള്ളൊരു ആശയമാണ് കത്തോലിക്ക കോൺഗ്രസിനുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, അഴിമതി രാഷ്ട്രീയത്തിനെതിരെ, അതുപോലെ തന്നെ കപട പരിസ്ഥിതിവാദത്തിനെതിരെ പോലും കത്തോലിക്ക കോൺഗ്രസ് ശബ്ദമുയർത്തുകയാണ്. ആ ശബ്ദമുയർത്താനുള്ള ആ വികസന പാന്താവാണ് കത്തോലിക്ക കോൺഗ്രസ് തുറക്കുന്നത്. ഇവിടെ നടുവിലാണി തൊട്ട് അയ്യന്തോള് വരെ എത്തണമെങ്കിൽ 2 മണിക്കൂർ ചുരുങ്ങിയത് വേണം. അന്നേരം കൊണ്ട് എറണാകുളത്തെത്താം. 25 വർഷമായിട്ട് ഒരു MLA ഉണ്ടായിട്ടും 2 ടൈം നിങ്ങൾ ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ടും ആ റോഡ് നിങ്ങൾക്കൊന്ന് വീതി കൂട്ടാൻ പ്രോത്സാഹിച്ചില്ല. അല്ല, 25 വർഷമായി ഒരു MLA ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടി വരുമ്പോൾ അദ്ദേഹം പരാജയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണോ സാംസ്കാരിക നിലയിലുള്ളത്? തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുക? ഇവിടെ കുടിവെള്ള പ്രശ്നമുണ്ടെന്ന് അനീഷ് സൂചിപ്പിക്കേണ്ടായി. ഞാൻ വെല്ലുവിളിച്ച് പറയാൻ, തൃശ്ശൂർ കോർപ്പറേഷനെതിരായി നിങ്ങൾ നടത്തിയ അഴിമതിയുടെ ഒരു അഴിമതി സമരം ഒന്ന് ചൂണ്ടിക്കാണിക്കും. പിന്നെ രാജേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ മധുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. മധുവിൻ്റെ കൊലപാതകം മാത്രമല്ല, വേറെയും കൊലപാതകങ്ങൾ ഈ ജില്ലയിൽ നടന്നു. ഹനീഫയുടെ കൊലപാതകം നടന്നു. ഞങ്ങൾ ഫണ്ട് കൊടുത്തു. മാത്രമല്ല, ആ കേസിൽ പ്രതിയല്ലാത്ത ഗോവപ്രതാപനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം KPCC പ്രസിഡന്റ് നീക്കം ചെയ്തു. തൃശ്ശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ അഴിമതി ഒരു ബഹുമതിയാക്കിയ ഒരു സംഭവം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ജോൺ കാഞ്ഞിരത്തെങ്ങലടക്കം രാജിവെച്ച് പോയത്. നിങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ഇവിടെ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഒരു ലോറിയിൽ വെള്ളമടിക്കുന്നതിന് പകരം ബൈക്കിന്റെ നമ്പർ പോലും വെച്ച് വെള്ളമടിക്കുന്ന രീതിയിലുള്ള ഒരു 3 കോടി രൂപയുടെ അഴിമതി ഈ തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണ് നടത്തി പോകുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന കാര്യങ്ങൾ സുഹൃത്ത് വളരെ നന്നായി പഠിച്ച് വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ജോൺ കാഞ്ഞിരത്തിങ്കൽ 2005 ജോൺ കാഞ്ഞിരത്തിങ്കലെ പാർട്ടി ഏതാ? 2010 ജോൺ കാഞ്ഞിരത്തിങ്കലെ പാർട്ടി ഏതാ? 2015 ജോൺ അഴിമതി മടുത്തിട്ടാണ് ജോൺ കാഞ്ഞിരത്തിങ്കൽ രാജിവെച്ച് പോയിട്ടുള്ളത്. അല്ല, അപ്പൊ സുഹൃത്ത് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇവിടെ കോർപ്പറേഷനിലെതിരായി, അഴിമതിക്കെതിരായി ഒരേ ഒരു അംഗമേ UDF ഉണ്ടായിരുന്ന ഒരേ ഒരു അംഗമേ സമരത്തിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി 54 പേരും തുല്യമായിട്ടാണോ മുന്നോട്ട് പോയത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനിൽ ഈ കോർപ്പറേഷൻ ഈ ജില്ലയിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഇത്രയും ആളുകളുള്ളൊരു ഇവിടെ ചോദിക്കുകയാണ്, ഈ കോർപ്പറേഷനെതിരെ ഇടതുപക്ഷമോ BJPയോ നടത്തിയ ഒരു സമരം പറയാൻ. ഒരു സമരം, എത്ര സമരം നടന്നു ഈ കോർപ്പറേഷന് മുമ്പിൽ? നിങ്ങൾക്കുള്ള കേവല ഭൂരിപക്ഷത്തിൻ്റെ അഹങ്കാരത്തിൽ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ പണം മേടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഴിമതി നടത്തിയില്ല എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഈ സുഹൃത്ത് പറഞ്ഞതുപോലെ ബൈക്കിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ പണം എഴുതിയെടുത്തു എന്ന് പരസ്യമായി കേരളത്തിലെ വർത്തമാന പത്രങ്ങൾ പറഞ്ഞില്ലേ? അതിനെതിരെ സമരം നടന്നില്ലേ ഈ ജില്ലയ്ക്കകത്ത്? ഈ ഈ ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസിൻ്റെ MP മാരും എത്ര പേർ BJP പോയി സ്ഥാനാർത്ഥിത്വം കടിച്ചു? നാണമില്ലേ ആ കോൺഗ്രസിന്? ആ കോൺഗ്രസ്സാണ് ജോൺ കാഞ്ഞിരത്തിങ്കലിന്റെ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ നിൽക്കുന്നത്. ഈ കോർപ്പറേഷനകത്തെ അതിഭീകരമായ അഴിമതി സെൽവരാജിനെ കൊണ്ടുപോയി നടക്കുക, എന്നിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ആൾ വരുന്നതിനെ കുറിച്ച് പുതിയ അഭിപ്രായം പറയാ. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. വികസനത്തിന്റെ രാഷ്ട്രീയമാണെങ്കിൽ ഇടതുപക്ഷം ഈ കേരളത്തിലും തൃശ്ശൂരിലും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജനകീയ വികസന, മനുഷ്യത്വ മുഖമുള്ള ജനകീയ വികസന പാത, ഉൽപാദന മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ജനകീയ മുഖമുള്ള വികസന മേഖല
നിങ്ങൾ മുരടിപ്പിച്ചു എന്നുള്ളതിന്റെ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബോധ്യം. ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP എത്രമാത്രം വളർച്ച ഈ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് 15 സീറ്റുകൾ ജയിക്കുമെന്നുള്ളതാണ് BJP പ്രതീക്ഷിക്കുന്നത്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും ഇത്തവണ ഭരിക്കുന്നത് BJP ആയിരിക്കും. ഏറ്റവും കുറഞ്ഞത് 15 പഞ്ചായത്തുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണത്തിലെത്താൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വികസനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള അമൃത നഗരം പദ്ധതി, ആ അമൃത നഗരം പദ്ധതിയിൽ തൃശ്ശൂർ കോർപ്പറേഷനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. BJP ഭരണത്തിൽ വന്നാൽ 56 ലക്ഷം കോടി രൂപയാണ് അമൃത നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 500 നഗരങ്ങളുടെ വികസനത്തിന് വേണ്ടി 56 ലക്ഷം കോടി രൂപ. നരേന്ദ്രമോദിയോട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന BJPയോട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആളുകൾ അധികാരത്തിൽ വന്നാൽ ആ പദ്ധതിയുടെ ആനുകൂല്യം തൃശ്ശൂർ കോർപ്പറേഷന് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് സമഗ്ര വികസനം കൊണ്ടുവരാൻ വേണ്ടി BJP വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇത് ജനാധിപത്യത്തിനോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ഞാൻ പറഞ്ഞോട്ടെ നിഷ, ആ പദ്ധതി എതിർക്കുന്നില്ല. പക്ഷേ ഈ 56 ലക്ഷം കോടി രൂപ നരേന്ദ്രമോദിയുടെയും BJPയുടെയും സ്വന്തം സ്വത്തല്ല. ഞാൻ പറഞ്ഞോട്ടെ നമ്മളെല്ലാം കൊടുക്കുന്ന നികുതി പണം കൂട്ടിവെച്ച ഖജനാവിൽ നിന്ന് 56 ലക്ഷം കോടി രൂപ അമൃത നഗരം വികസന പദ്ധതിക്ക് കൊടുക്കുമെന്നും അത് ഞങ്ങൾ വന്നാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് തരുമെന്ന് പറയുന്നത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയാണ്. അതാണ് അനീഷ് പറഞ്ഞത്. നിങ്ങൾ ജയിപ്പിച്ചാൽ അത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല, ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി. പറയാൻ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. BJPയോടും BJP സർക്കാരിനോടും നരേന്ദ്രമോദിയോടും ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആളുകൾ അധികാരത്തിൽ വന്നാൽ സുതാര്യമായി ആ പദ്ധതി നടപ്പിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് 56 ലക്ഷം കോടി രൂപ കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബമല്ല, നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന ആ പണം കൊണ്ടാണ് ഈ പദ്ധതികൾ ചില്ലിക്കാശ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്ത് ചില്ലിക്കാശ് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അനീഷ്, നാം ഈ തൃശ്ശൂർ ജില്ലയിൽ നടന്ന ചില സംഭവങ്ങൾ കൂടി മറന്നു പോകുന്നത് ശരിയല്ല. കാരണം കൊടുങ്ങല്ലൂർ നഗരത്തില് ക്രിസ്തുമസ് സമയത്ത് കടകളിൽ നക്ഷത്രം വിൽക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നങ്ങൾ വരെ നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അവിടുത്തെ BJPയും RSS പ്രവർത്തകർ അവിടെ കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം തൃശ്ശൂർ ജില്ലയിലുണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലേക്ക് കൂടി BJPയുടെ പ്രവർത്തനങ്ങൾ പോകുന്നെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയും? മതസൗഹൃദത്തെ തകർക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറയുന്നതാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു പാർട്ടി കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞല്ലോ, സ്ത്രീകൾ ഉടുപ്പൂരിയിട്ട് കോൺഗ്രസിൽ സീറ്റ് നേടിയെന്ന്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണോ? ഓരോ പാർട്ടിയിലെ ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാവരും തിരഞ്ഞെടുപ്പ് ഖോദയിലേക്ക് മടങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ നടന്ന വാദങ്ങൾ ശരിയോ തെറ്റോ എന്നോ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് കാത്തിരിക്കുന്നത് കാണാം. 7-ാം തീയതി വരെ കാത്തിരിക്കാം നമുക്ക്. നമസ്കാരം.